നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനായി ഇവിടെ 2 പുഷ്പങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2 വ്യത്യസ്ത നിറങ്ങളിലുള്ള താമരയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഈ 2 പുഷ്പങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടം തോന്നിയ ഒരു പൂവ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ. അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചതിന് ശേഷമേ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മറ്റാർക്കെങ്കിലും ദോഷമായി ഭവിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ തെറ്റായ രീതിയിൽ കാണുമോ എന്നിങ്ങനെ അതിൻ്റെ നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോവുക. എടുത്തുചാടി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമായി തന്നെ ഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഈശ്വര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് ഇവർ. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളായാലും പറയുന്ന വാക്കുകളായാലും എല്ലാം വളരെ സത്യസന്ധമാണ്. ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ കള്ളത്തരം ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ അത് ഒരു ചെറിയ കള്ളത്തരം പറയേണ്ടി വന്നാൽ പോലും അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രത്യേകം ഒരു മനസ്സുള്ളവരാണ്. ഇനിയും നിങ്ങളുടെ ഫലങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ രംഗത്ത് വളരെ ഒരു മെച്ചം ഉണ്ടാകുവാൻ സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. തൊഴിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഈ തൊടുകുറി ഫലം പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഈ മാസം വകയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഫലം കാണിക്കുന്നത്. അതിനായി നിങ്ങൾ നന്നായി ഒന്ന് പരിശ്രമിക്കുക കൂടി ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു സഹായം ലഭിക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. അങ്ങനെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു സഹായം വന്നു ചേരുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവീക ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അങ്ങനെയൊരു നല്ല സമയം വന്നു ചേരുന്നതായിരിക്കും. രോഗാവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗത്തിനൊക്കെ ഒരു ശമനമുണ്ടാകുന്നതാണ്. മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിൽ ഇനി വരുന്ന ഈ ഒരു മാസക്കാലം അതിനെല്ലാം ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇവിടെ ഫലം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ മനസ്സുള്ള വ്യക്തിയാണ്. അതിനൊന്നും പിന്നോട്ട് നിൽക്കാറില്ല. എന്തെങ്കിലും ആപത്ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ആ നല്ല കാര്യങ്ങൾ മൂലമാണ്. അതിൻ്റെ കർമ്മഫലം കൊണ്ട് മാത്രമാണ്. സ്വന്തം കഴിവിൽ വളരെ വിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ.
സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സ്വയം പര്യാപ്തതയുള്ളതുകൊണ്ട് തന്നെ ഒന്നിനെയും നിങ്ങൾ ഭയക്കുന്നില്ല. കുറേയധികം ജീവിത പ്രശ്നങ്ങൾ ഒരു വശത്ത് അലട്ടുമ്പോഴും മനസ്സ് വളരെ ക്ലിയറായി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എത്ര തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിൽ പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഫലം പറയുന്നത്. നിങ്ങൾക്ക് എത്ര പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. പല അബദ്ധങ്ങളിലൂടെയും ധനനഷ്ടവും മാനഹാനിയും നേരിട്ട വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ നിങ്ങളിനിയും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് നിങ്ങൾക്ക് ആപത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ പലരും നിങ്ങളിൽ ആകർഷിക്കപ്പെടുന്നു എന്നതാണ്. സ്നേഹിക്കുന്നവർക്ക് എന്തു ചെയ്തു കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഈ ഒരു സ്വഭാവമാണ് നിങ്ങളെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നവർ പലപ്പോഴും മുതലെടുക്കുന്നത് തന്നെ. വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും ദൈവമേ, ഞാൻ വിചാരിച്ച പോലെ നടന്നല്ലോ എന്ന് പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പല ലക്ഷ്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അതായത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും, നടക്കാതെ പോയ വിവാഹങ്ങൾ, അതുപോലെ തന്നെ വീടുപണിയൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന അതൊക്കെ പൂർത്തീകരിക്കേണ്ടിയ ആ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വരികയാണ്. നിങ്ങൾ ഒരുപാട് നാളുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന ഒരു ജോലിയൊക്കെ ഏകദേശം നിങ്ങളിലേക്ക് എത്താറായി എന്ന് തന്നെയാണ് ഇവിടെ ഫലം കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം അടുത്ത് തന്നെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഈശ്വരവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ. എല്ലാവർക്കും സകല നന്മകളും ഉണ്ടാകട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.